സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ സജ്ജനങ്ങളെ, ഇന്ന് സനാതനധർമ്മ വിശ്വാസികൾക്കിടയിലെ കൂടുതൽ പേർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് മരിച്ചു കഴിഞ്ഞാലുള്ള പുലയെ പറ്റി. എന്താണ് പുല? അത് ആരൊക്കെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള സംശയങ്ങൾ വരുന്നത്. നിരവധി ആൾക്കാർ നമ്മുടെ സംശയ നിവാരണം ഗ്രൂപ്പിലും ഫോൺ മുഖാന്തരം ഒക്കെ വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ പുല എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ പുല ആചരിക്കേണ്ടതാണോ? അതൊക്കെ സനാതനധർമ്മ വിശ്വാസികൾക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങളല്ലേ എന്ന വിധത്തിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പുല എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ആരൊക്കെയാണ് ആചരിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ 7 തലമുറയിൽപ്പെട്ട ബന്ധുമിത്രാദികൾ പുലയെ ആചരിച്ചിരുന്നു. ഇന്നത്തെ ഈ കാലയളവിൽ നമ്മുടെ പല ആൾക്കാരുടെയും മനസ്സിലുള്ള ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ കുടുംബത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പുലയെ ആചരിക്കേണ്ടൂ എന്നുള്ളത് ഒരു വിഭാഗം ആൾക്കാർ പറയുമ്പോൾ, അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ മരിച്ചാൽ മാത്രമാണ് പുല ആചരിക്കേണ്ടതെന്ന് വേറൊരു വിഭാഗവും പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? അപ്പോൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങളോട് പറയട്ടെ, ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ ഈ ചാനലിലൂടെ പ്രഭാഷണ രൂപത്തിൽ ഞാൻ എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന സ്ഥലത്ത് തൊട്ട് കൊടുക്കുക. ഉടൻ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, ബെല്ലിൻ്റെ ചിത്രം വരും, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ ഇടുന്ന എല്ലാ പ്രഭാഷണങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിധത്തിലേക്ക് നിങ്ങൾക്ക് സന്ദേശം വരും. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആദ്യം എന്താണ് പുല എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മൾക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു. ഇനി നമ്മുടെ കുടുംബത്തിൽ തന്നെ ആവണമെന്നില്ല, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ. നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? മരിച്ച വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയുടെ ശവശരീരം കാണാൻ വേണ്ടി നമ്മൾ അവിടേക്ക് പോകും. സാധാരണഗതിയിൽ എല്ലാവരും പോകാറുണ്ട്. അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദമുള്ള ആൾക്കാർ എല്ലാവരും അവിടേക്ക് പോകും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ കാരണവന്മാരൊക്കെ പറയും, ശവം കാണാൻ പോയി കഴിഞ്ഞാൽ നനച്ച് കുളിച്ചിട്ട് മാത്രമേ വീട്ടിലേക്ക് വരാവൂ. എന്ന് വെച്ചാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളടക്കം നനച്ച് അതിനുശേഷം അല്ലെങ്കിൽ അത് കഴുകിയിട്ടതിന് ശേഷം കുളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറയും. എന്താണ് പുലയും ഈ ഒരു ആചാരവും തമ്മിലുള്ള ബന്ധം? ഇതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരാണ് പുല ആചരിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇതായി. അപ്പോൾ പുല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് ഒറ്റ വാക്കേ ഉള്ളൂ. പുല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അശുദ്ധി എന്നുള്ളതാണ്. പുല ആചരിക്കുക എന്നുള്ളത് അശുദ്ധിയെ തരണം ചെയ്യാനുള്ള കർമ്മം ആചരിക്കുക, അല്ലെങ്കിൽ അശുദ്ധിയെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അശുദ്ധി മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് പുല ആചരിക്കുക. നമുക്കറിയാം, ഒരു പട്ടിയോ ഒരു പൂച്ചയോ ഒരു എലിയോ എന്ത് ചത്തു കഴിഞ്ഞാലും നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് അത് ചത്തിട്ട് പുഴുത്ത് നാറുമ്പോഴാണ്, അല്ലെങ്കിൽ ചത്തിട്ട് നിശ്ചിത സമയം കഴിയുമ്പോൾ അതിനൊരു സ്മെല്ല് പുറത്തേക്ക് വരും. ആ സ്മെല്ല് വരുമ്പോഴാണ് എന്തോ ചത്തിട്ടുണ്ടല്ല എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് വരിക. ശരിയാണല്ലോ? അപ്പോൾ അതുപോലെ അത് എലിയോ പൂച്ചയോ ആണെങ്കിലും ഉണ്ടെങ്കിലും മനുഷ്യനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യനാണെങ്കിലും ആ ശരീരത്തിൽ നിന്നും ആത്മാവ് വെളിയിലേക്ക് പോകുന്ന ആ സമയം മുതൽ ഈ ശരീരം ജീർണിക്കാൻ തുടങ്ങുന്നു.
അപ്പോൾ ഈ ശരീരം ജീർണിക്കുന്ന അവസരത്തിൽ അവിടെ ആദ്യം എന്തുണ്ടാവും? ഒരു തരത്തിൽ സ്മെല്ലുണ്ടാവും. ഈ സ്മെല്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ശരീരത്തിൽ നിന്നും ജീർണിക്കുന്ന അവസരത്തിൽ പുറന്തള്ളപ്പെടുന്ന അണുക്കളിലൂടെയാണ് ആ സ്മെല്ല് നമ്മൾ അറിയുന്നത്. എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ചത്ത് കിടക്കുന്ന ഏത് ജീവജാലങ്ങളിൽ നിന്നും അണുപ്രസരം ഉണ്ടാകും ചുറ്റുവട്ടം മുഴുവൻ തന്നെ. അപ്പോൾ അത് ജീവിയുടെ വലിപ്പത്തിനനുസരിച്ച് അതിൽ നിന്നും അണുപ്രസരം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ വളരെ കൃത്യമായിട്ട് പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ശരീരം ദഹിപ്പിക്കണം, അവിടെ വെക്കരുത്. കാരണം എന്താ? ജീവിച്ചിരിക്കുന്ന മറ്റു പ്രാണികൾക്ക് അത് ദോഷം ചെയ്യും. ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ടുള്ള അണു പുറത്തേക്ക് വിടുന്നത് ഈ പറയുന്ന ജൈവ വസ്തുക്കളിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു ജീവി ചത്തു കഴിഞ്ഞാൽ ആ ചത്ത ജീവിയിൽ നിന്നും, അല്ലെങ്കിൽ മരിച്ച മനുഷ്യനാണെങ്കിൽ അവരിൽ നിന്നും ആ ഉള്ളിലുള്ള സാധനങ്ങൾ, കാരണം ജീർണിക്കാൻ തുടങ്ങുമ്പോൾ എന്താവും? അത് അണുക്കളെ പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ അത് ശ്രദ്ധയിൽ പെട്ടില്ല എന്നിരിക്കട്ടെ, ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ സ്മെല്ല് വരാൻ തുടങ്ങി. 2-ാം ദിവസം ആകുമ്പോൾ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. 3-ാം ദിവസം ആകുമ്പോഴേക്കും 3-4 ദിവസം ആകുമ്പോൾ വീർത്ത ശരീരം പൊട്ടാൻ തുടങ്ങും. പൊട്ടിയിട്ട് എന്താവും? ഈ ശരീരത്തിൽ നിന്നും പലതരത്തിലുള്ള പുഴുകൃമികളെല്ലാം പുറത്തേക്ക് ചാടും. പുഴുക്കളൊക്കെ ഉണ്ടാകും പുറത്തേക്ക് വീണ്. രൂക്ഷമായിട്ടുള്ള ഗന്ധമായിരിക്കും. അപ്പം മനുഷ്യൻ്റെത് എത്ര വലിയ ശരീരമാണ്. അപ്പോൾ അത് മൊത്തമായിട്ട് അവിടെ പൊട്ടിയൊലിച്ച് ആ ഭാഗത്തേക്കൂടെ ഒരാൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞ ചില ശരീരങ്ങളുണ്ട്, അത് വെളിയിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും കൃത്യമായിട്ട്. ഏതായാലും ഈ ശരീരം അവിടെ, അല്ലെങ്കിൽ ആത്മാവ് പോയി കഴിഞ്ഞാൽ ആ ശരീരം നിശ്ചിത സമയമാകുമ്പോൾ ജീർണിച്ച് വരുന്നു. ഈ ജീർണിക്കുന്ന അവസരത്തിൽ അവിടെ മുഴുവൻ തന്നെ അണുപ്രസരം ഉണ്ടാവുന്നു മൊത്തം തന്നെ. ഈ അണുപ്രസരത്തിൻ്റെ ഒരു പരിധി കുറക്കുവാനായിട്ട് നമ്മൾ ഈ സനാതന ധർമ്മവിശ്വാസികൾ ഈ മരിച്ചെടുത്ത് പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് അണുപ്രസരം കുറക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഭൂമിയിലൂടെ, കാരണം ഭൂമിയിൽ കിടത്തിയതുകൊണ്ട് ഭൂമിയിലൂടെ ഈ അണുക്കൾ പ്രസരിക്കും. അങ്ങനെ പ്രസരിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട്, എന്തായാലും വരും, എന്നാലും അതിനൊരു പരിമിതി കുറക്കാനാണ് മരിച്ചു കിടക്കുന്ന ആ ശരീരം ദർഭ വിരിച്ച് അതിൽ എള്ള് വിതറി അതിൻ്റെ മുകളിൽ കിടത്തണമെന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. കാരണം അണുപ്രസരം കുറക്കാനാണ്. ദർഭയോ കറുകയോ അത് ഏതെങ്കിലും പുല്ല് ഇട്ട് അതിൻ്റെ മുകളിൽ എന്തിടണം? ഈ എള്ള് വളരെ അണുവിനെ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കിടത്തേണ്ടത്. എത്ര കുടുംബക്കാർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഈ ശരീരത്തിൻ്റെ ചുറ്റുമായിട്ട് ദീർഘവൃത്താകൃതിയിൽ മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും ചേർന്നിട്ടുള്ള മിശ്രിതം, അക്ഷതം എന്ന് പറയും, അത് ദീർഘവൃത്താകൃതിയിൽ വരക്കും. ഈ വലയത്തിൻ്റെ ഉള്ളിൽ, ശവത്തിന് ചുറ്റും വരച്ചിട്ടുള്ള വലയത്തിനുള്ളിൽ ഒരു കാരണവശാലും മറ്റുള്ളവർ കടക്കാൻ പാടില്ല. അതിൻ്റെ വെളിയിലേ നിൽക്കാവും. കാരണം എന്ന് വെച്ചാൽ ഈ മഞ്ഞൾപ്പൊടി നമുക്കറിയാം ഒന്നാന്തരം അണുനാശിനിയാണെന്നുള്ളത്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്നുള്ള ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരരുത്, അല്ലെങ്കിൽ അധികം വ്യാപനം കുറക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ മരിച്ച ശരീരത്തിലേക്ക് ബന്ധുമിത്രാദികൾ വീണ് അലമുറയിട്ട് കരയാൻ പാടില്ല എന്ന് പറയാൻ കാരണം. കാരണം ആ ശരീരത്തിലേക്ക് ഈ അണുപ്രസരങ്ങൾ വരും. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ആ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ നിന്നും അണുപ്രസരം ഉണ്ടാകുമ്പോൾ ആ അണുക്കൾ നശിക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 10 ദിവസം വേണമെന്ന് പറയുന്നത്. 10 ദിവസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു അണു പൂർണ്ണമായി നശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നുക, അതെന്താ അങ്ങനെ കൃത്യമായിട്ട് 10 ദിവസത്തെ കണക്ക് പറയുന്നത്? ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിൽ അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം, 2019 കാലഘട്ടത്തിലാണ് ലോകം മുഴുവൻ വ്യാപിച്ച മഹാമാരിയായിട്ടുള്ള കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഒരു അസുഖം വ്യാപകമായ രീതിയിൽ പ്രചരിച്ചത്. നിരവധി ആൾക്കാർ മരിച്ചു. ഈ അവസരത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു നമ്മൾ ചെയ്തത്.
ഈ കോവിഡ് എന്ന് പറയുന്ന അസുഖം വ്യാപകമായപ്പോൾ നമ്മൾ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്നവർ ആ വസ്ത്രം മുഴുവൻ കഴുകി ഇട്ട് കുളിച്ചതിന് ശേഷം മാത്രമേ വീടിൻ്റെ അകത്ത് കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം ഗവൺമെൻറ് തന്നെ നമ്മളുടെ ആരോഗ്യ പ്രവർത്തകർ മുഖാന്തരം നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ കോവിഡിൻ്റെ അണുക്കൾ പുറത്ത് എവിടെ നിന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ആ വസ്ത്രം കഴുകിയിട്ടിട്ട് കുളിച്ചിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നത്. ചിലപ്പോൾ കുട്ടികളുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും, അവർക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുന്നതുകൊണ്ട്. ഇത് തന്നെയല്ലേ നമ്മുടെ ആൾക്കാരും പറഞ്ഞ ശവം കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നനച്ച് കുളിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞത്. രണ്ടും ഒന്നാണ്. ആ അനുപ്രസരത്തെ തടയാനാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ ആചാര്യന്മാർ ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കോവിഡ് വന്നപ്പോൾ ഇവിടെ ഡോക്ടർമാർ പറഞ്ഞതെന്ന് അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഉപകരിച്ചു എന്ന് മാത്രം. തീർന്നോ? ഈ കോവിഡ് ബാധിച്ച ആൾക്കാർ അല്ലെങ്കിൽ കോവിഡ് ആയ ആൾക്കാരുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ, അവരായിട്ട് സഹകരിച്ച ആൾക്കാർ, അവരായിട്ട് വർത്തമാനം പറഞ്ഞ ആൾക്കാർ എന്ന് വെച്ചാൽ ഈ അണുക്കൾ ഇവരിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ 10 ദിവസം മാറ്റിപ്പാർപ്പിക്കുന്നു. ഈ കോവിഡ് രോഗികളെ ആയാലും അല്ലെങ്കിൽ ആ കോവിഡ് രോഗികളുമായി സൗഹൃദം പങ്കിട്ട ആൾക്കാരെയും മാറ്റിപ്പാർപ്പിക്കുകയാണ്. എന്തിനാ? 10 ദിവസം കൊണ്ടാണ് അണുക്കൾ നശിക്കുക എന്നുള്ളത് കൊണ്ട് അവരെ 10 ദിവസത്തേക്ക് അവരെ വേറെ തന്നെ ഒരു മുറിയിലോ അല്ലെങ്കിൽ വേറെ തന്നെ ഒരു വീട്ടിലേക്കോ മാറ്റി താമസിപ്പിക്കും. നമുക്കറിയാം, കണ്ടിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ശരീരത്തിൽ കയറിയ അണുക്കൾ നശിക്കണമെന്നുണ്ടെങ്കിൽ 10 ദിവസം ആണ് വേണ്ടത് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. എത്ര മനോഹരമായിട്ട്, എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് നോക്കിയട്ടെ. നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന അണുക്കള് അല്ലെങ്കിൽ ആ മരിച്ച വീട്ടിൽ അതിൻ്റെ പരിസരത്തും ഒക്കെ ഉണ്ടാവും ഈ അണുക്കൾ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. ഈ അണുക്കളെ പൂർണ്ണമായിട്ടും ഇല്ലാതാകണമെങ്കിൽ 10 ദിവസമാണ് വേണ്ടത് എന്ന് നമ്മുടെ പൂർവികർ കണ്ട് ആ 10 ദിവസം ഈ അണുക്കൾ നശിക്കാനും ഈ അണുക്കൾ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പുല എന്ന് പറയുന്ന അശുദ്ധി ഇല്ലാതാക്കേണ്ട ഒരു ചടങ്ങ് നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പുല എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ്, അശുദ്ധിയാണ്. അപ്പോൾ ഈ അശുദ്ധി നമ്മളിപ്പോൾ മരിച്ച വീട്ടിലുള്ള ആൾക്കാർ മുഖാന്തരം വേറൊരു സ്ഥലത്തേക്ക് എത്തരുത്, വേറൊരു വ്യക്തിയിലേക്ക് എത്തരുത്, വേറൊരു സമൂഹത്തിലേക്ക് എത്തരുത്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മരിച്ചവർ നിങ്ങൾ പുല ആചരിക്കണം, അല്ലെങ്കിൽ അശുദ്ധി ആചരിച്ച് നിങ്ങൾ വെളിയിലേക്ക് പോകരുത്. വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടായ അണുക്കൾ, നിങ്ങൾ ആ വീട്ടിലാണുള്ളത്, ശവം കടത്തിയിരിക്കുന്നത് ആ വീട്ടിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ വീടുമായിട്ട് നല്ല ബന്ധമുണ്ട്, അവിടെ ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. അപ്പോഴെന്താണ്? നിങ്ങളുടെ ഈ ശരീരത്തിലുള്ള അണുക്കൾ മറ്റുള്ള സ്ഥലങ്ങളിൽ വ്യാപിക്കും, മറ്റുള്ള ആൾക്കാരിലേക്ക് പോകും. കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അവരോട് പറയില്ല നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയാറില്ലേ? പോയി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കും, അത് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാരണവശാലും ഈ 10 ദിവസം വീടിന് വെളിയിലേക്ക് പോകരുത് എന്ന് പറയാൻ കാരണം. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം സയൻസാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഋഷീശ്വരന്മാർ തയ്യാറാക്കിയിട്ടുള്ള ഒന്നാന്തര സയൻസാണ്. ഇന്ന് പറയുന്നത് മാത്രമല്ല, ഏത് ആചാരം എടുത്തു നോക്കിയാൽ അതിനൊക്കെ പിന്നിൽ ഇങ്ങനൊരു തത്വം ഉണ്ടാകും. അങ്ങനെ ഈ 10 ദിവസത്തെ ഈ അണുനശീകരണത്തിന് വേണ്ടുന്ന ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾക്ക് ആർക്കും അറിയാത്ത ഒരു ചടങ്ങ്. അതിലൊന്നാണ് നമ്മൾ അവിടെ എല്ലാ ദിവസവും നിലവിളക്ക്, അവിടെ ഈ മരിച്ച ആളുടെ തലക്ക് മുകളിലായിട്ടൊരു നിലവിളക്ക് കൊളുത്തി വെക്കുന്നുണ്ട്. ഈ നിലവിളക്കിലേക്ക് ഒഴിക്കുന്ന എള്ളെണ്ണയും കോട്ടൻ തിരിയും ഓട്ടുപാത്രവും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ അവിടെ നടക്കുന്നത് ഒരു എനർജി അനുസരിച്ച് ആ രാസപ്രവർത്തനത്തിലൂടെ ഈ ഓട്ടുപാത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ ഓട്ടുപാത്രത്തിലെ എണ്ണയും പ്രത്യേകിച്ച് എള്ളെണ്ണയും അതുപോലെ കോട്ടൻ തിരിയും ഈ വിട്ട് കത്തിക്കുമ്പോൾ ഈ ഓട്ടുപാത്രം ചൂടാകുമ്പോൾ രാസപ്രവർത്തനത്തിലൂടെ അവിടെ ചുറ്റുമുള്ള ആ അണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ തലയ്ക്ക് മുകളിലാണ് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളത്. ഈ വിളക്ക് 10 ദിവസം വരെ അണയാതെ അവിടെ വെക്കും. എന്തുകൊണ്ടാ വെച്ചാൽ ഈ 10 ദിവസമാണ് ഈ അണുപ്രസരമുള്ളത്. ഈ അണുപ്രസരം പൂർണ്ണമായിട്ട് പോകുന്നത് വരെ ഈ വിളക്ക് കടാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുക, അത് നശിപ്പിക്കുക. അതിൻ്റെ പിന്നിലുള്ള തത്വവും നിലവിളക്കിൻ്റെ തത്വം എന്നുള്ള പറയുന്നത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വരുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഏതായാലും ഈ മരിച്ചു കിടക്കുന്ന വീട്ടിലുള്ള അശുദ്ധി പുറം ഭാഗം അല്ലെങ്കിൽ പുറം ലോകത്തുള്ള ആൾക്കാരുമായി ബന്ധമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പുല ആചരിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം.
ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ആരൊക്കെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളതാണ്. പൊല എന്താണെന്ന് മനസ്സിലായി, അശുദ്ധിയാണ് പൊല. അപ്പോൾ ഇത് ആരൊക്കെയാണ് ആചരിക്കേണ്ടത്? ഇവിടെ നമ്മൾ പറയാറുണ്ട്, അത് അച്ഛൻ്റെ വീട്ടുകാർ മാത്രമേ അച്ഛൻ്റെ വീട്ടുകാർ മരിച്ചാൽ മാത്രമേ പൊല ആചരിക്കുന്നുണ്ടെന്ന്. എന്നാണ് നമ്മുടെ സമുദായത്തിൻ്റെ ഇത്. അപ്പോൾ വേറൊരു സമുദായക്കാർ പറയും, അല്ല, അമ്മയുടെ വീട്ടുകാർ, നമ്മൾ അമ്മയുടേത് എടുക്കാറ്, അമ്മയുടെ വീട്ടുകാർ മരിച്ചാൽ മാത്രമാണ് നമ്മൾ എടുക്കാറ്. ഇവിടെ അച്ഛൻ്റെതെന്നോ അമ്മയുടേതെന്നുള്ള ഒരു വകഭേദവും ഇല്ല. നമ്മൾ ആരായിട്ടാണോ കണക്ഷൻ ഉള്ളത് അത് അച്ഛൻ്റെയും അമ്മയുടെയും തുല്യമാണ് നമുക്ക് ബന്ധം. അച്ഛൻ്റെ ചേട്ടൻ മരിച്ചാലും അമ്മയുടെ ചേച്ചി മരിച്ചാലും നമ്മൾ അവിടെ സജീവമായിട്ടുണ്ടാവണം. നമ്മൾക്ക് അണുക്കൾ ഉണ്ടാവുമല്ലോ, നമ്മളിലേക്ക് അണു വരുമല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാളിൽ നിന്നും ഇതാണ്. അച്ഛൻ്റെ അനുജന് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, അമ്മയുടെ അനിയത്തിക്ക് കോവിഡ് ബാധിച്ചാൽ മാത്രമേ നമ്മൾ മാറി താമസിക്കേണ്ടതുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് പേരും നമുക്ക് തുല്യമാണ്. ഇത് ഏത് കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നത്? അച്ഛൻ്റെ ഇതിങ്ങനെയാണ്, അമ്മയുടേത് അങ്ങനെയാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് വന്നിരിക്കുന്നത് നമ്മുടെ ഇടക്കാലത്ത് നമ്മുടെ മൂലശോഷണം നമുക്ക് വന്നു. ആചാരം എന്താണെന്ന് അറിയാതെ മറ്റു പലതിനും നമ്മൾ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷെ അന്ന് നമ്മൾ ആലോചിച്ച് അന്ന് ചെയ്യുന്ന ആ ആചാരം ഉണ്ടല്ലോ, അത് തെറ്റെന്ന് പറയാനും പറ്റില്ല. എന്തെന്നാൽ പണ്ട് കാലങ്ങളിൽ ഈ നായർ തറവാടുകളിലെ സ്ത്രീകൾ അവർ സംബന്ധം എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് ഏകദേശം ഒരു പ്രായമായ സ്ത്രീകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിവാഹപ്രായമെത്തിയ സ്ത്രീകളാണെങ്കിൽ, അവരെ മോഹിച്ചിട്ട് ഏതെങ്കിലും ആഢ്യന്മാരായ ആൾക്കാർ വരികയാണെങ്കിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു തെറ്റും അന്ന് കൽപ്പിച്ചിരുന്നില്ല. ആ ഒരു ഇടക്കാലത്തുള്ള സമ്പ്രദായമാണ്, പണ്ട് കാലത്തുള്ളതല്ല. ഇടക്കാലത്ത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണത്. കാരണം വീട്ടിലേക്ക് വരുന്നത് നല്ല ഒരു കുലത്തിൽ ജനിച്ചവനാണ്, അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവശുദ്ധിയുള്ളവനാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല വിലയുള്ളവനാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ അവന് താല്പര്യമുണ്ടെങ്കിൽ ആ വീട്ടിലെ പെൺകുട്ടിയുമായി ഒത്ത് ശയിക്കുന്നതിന് ഒരു വിലക്കും ഉണ്ടായിരുന്നില്ല. അത് സന്തോഷമുള്ള ശ്രേഷ്ഠമായ ഒരു കാര്യമായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ പല ശ്രേഷ്ഠന്മാരായ ആൾക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ അവരോടൊത്ത് ശയിക്കാൻ വേണ്ടി ചില കുടുംബത്തിലുള്ള ആൾക്കാർ തയ്യാറാവുമായിരുന്നു. അപ്പോൾ അതിനെയാണ് സംബന്ധം കൂടുക എന്ന് പറയുന്നത്. അവർ അന്ന് ശയിച്ചു ഇതെല്ലായി കഴിഞ്ഞാൽ അവരുടെ ഇതും കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും, പുരുഷൻ്റെ ലെവലിലേക്ക് പോകും. പിന്നീട് ഏതെങ്കിലും കാലത്ത് മറ്റൊരു പുരുഷൻ വരുമ്പോൾ അവർ ചിലപ്പോൾ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ അവരോടൊത്ത് വീണ്ടും ശയിക്കാം ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതിൽ ഒരു കുട്ടി ഉണ്ടാകും. അവർക്ക് വളരെ പ്രാധാന്യമാണ്. കാരണം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കുട്ടിയെ സ്വീകരിക്കുക എന്നുള്ളതും ഒരു പുണ്യമായ കർമ്മമായിട്ട് ചില ആൾക്കാർ കരുതിയിരുന്നു. അപ്പോൾ അങ്ങനെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരിച്ചുപോയി പകരം വേറെ വ്യക്തിയുമായി ബന്ധപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാരുമായി ബന്ധപ്പെടുമ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് പോലും പല ആൾക്കാർക്ക് അറിയില്ല. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം, ഈ ബന്ധപ്പെട്ട വ്യക്തി സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ആളാണെങ്കിൽ പോലും അവരെ തേടിപ്പോകാൻ ഈ കുട്ടിയുടെ അമ്മയോ അവരെ തയ്യാറാക്കിയിരുന്നില്ല. അദ്ദേഹത്തെ ആ ശാരീരിക ബന്ധത്തിൽ ഇട്ടു, അദ്ദേഹം അങ്ങ് പോയി. പിന്നീട് അച്ഛനാണെന്ന് പറഞ്ഞിട്ടോ മറ്റേ ബന്ധം സ്ഥാപിച്ചും കൊണ്ടോ ഈ കുട്ടിയെ അമ്മ അങ്ങോട്ട് അയക്കാറുമില്ല, അവരായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ അവർ മരിച്ചു കഴിഞ്ഞാൽ ഇവർ പോലെ ആചരിക്കാറില്ല. ഏത് ഈ പറയുന്ന അച്ഛൻ ആരെന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അച്ഛനായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ ഒരു കുട്ടി ജനിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അച്ഛൻ്റെ കുടുംബക്കാരായിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുപേര് അവർ സ്വീകരിക്കാറില്ല, അച്ഛൻ്റെ കുടുംബത്തിൻ്റെ പേര് പറയാറില്ല, അച്ഛൻ്റെ പോലെ ആചരിക്കാറില്ല. കാരണം അവരായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, അവരാരാണെന്ന് പോലും ചിലപ്പോൾ കുട്ടിക്ക് പോലും അറിയില്ല എന്നുള്ള കാരണത്താലാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം ഇടക്കാലത്ത് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഇതേ ആൾക്കാർ അച്ഛൻ്റെ ഇത് മാറ്റി നിർത്തി ശ്രദ്ധിച്ച് ചില ആൾക്കാർ കൃത്യമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ അച്ഛൻ്റെയും അമ്മയുടെയും തുല്യമായ വിധത്തിൽ തന്നെ പോലെ ആചരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും അതേ തരത്തിലാണ്. ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും തുല്യമായ വിധത്തിൽ തന്നെ പോലെ ആചരിക്കേണ്ടതാണ്. കാരണം ഈ പുല എന്ന് പറയുന്ന അശുദ്ധിയാണ്. അച്ഛൻ്റെ കുടുംബക്കാരും അമ്മയുടെ കുടുംബക്കാരുമായി നമ്മൾ തുല്യ ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ അതേപടി പുലയിലും അതുപോലെ വാലായ്മയിലും ഒക്കെ തന്നെ ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പുല ആചരിക്കുന്ന സമയത്ത് ഇതിപ്പം അച്ഛൻ്റെയും അമ്മയുടെ കുടുംബക്കാരെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമുണ്ട്. കാരണം ഞങ്ങൾ കുറേ കാലമായിട്ട് അവരായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, 7 തലമുറ നമ്മൾ
പോലെ ആചരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 7 തലമുറ ആചരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ആൾ മരിച്ചു, എനിക്കതിൽ പൊലയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും ബന്ധപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബമായിട്ടാണ് നമ്മൾ താമസിച്ചിരുന്നത്. വലിയൊരു വീട്, അവിടെ ഒരു പ്രായം ചെന്നൊരു കാരണവരുണ്ടാവും. അപ്പോൾ അവരുടെ മക്കൾ, അവർ വിവാഹം കഴിച്ചിട്ട് മക്കളായിട്ടുണ്ടാവും, അവരുടെ മക്കളുണ്ടാവും. അങ്ങനെ 7 തലമുറകളോളം ഒരു വലിയ കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചിരുന്നത്. 7 തലമുറകളോളം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പം 4 തലമുറ ഉണ്ട്. എന്നുവെച്ചാൽ എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അതുപോലെ തന്നെ എൻ്റെ സഹോദരി വിവാഹം കഴിച്ചു, അവൾക്ക് മകളുണ്ട്, അവൾക്കും മക്കളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം 4 തലമുറയായി. ഇങ്ങനെ 7 തലമുറയിൽപ്പെട്ട ആൾക്കാർ, കാരണം പണ്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നല്ല ഒരു ആയുസുണ്ടാവും, 90ഉം 100ഉം 110 വയസ്സ് വരെയുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരുടെ സഹോദരി പുത്രന്മാർ, അല്ലെങ്കിൽ ഓരോ കാര്യം പറയാം, പണ്ടിലെ ആൾക്കാർ 10ഉം 15ഉം മക്കളൊക്കെ ഉണ്ടാവും. ഇളയ കുട്ടിക്ക് 10 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ 5 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഇളയ കുട്ടിയെ ഈ അമ്മ പ്രസവിക്കുന്ന സമയത്ത് മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ മൂത്ത കുട്ടിയും പ്രസവിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ തലമുറകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ 7 തലമുറകളും ഒരു വീട്ടിൽ തന്നെ കഴിയുന്ന അവസരത്തിൽ ഇവിടെ മരിച്ച ആ അശുദ്ധി ഈ 7 തലമുറയിൽപ്പെട്ട ആൾക്കാരെയും ബാധിക്കും. ആ കുടുംബത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധമുള്ള എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ടാണ് 7 തലമുറ നമ്മൾ പുല ആചരിക്കണം എന്നുള്ളൊരു ആചാരം ആ കാലഘട്ടത്തിലുണ്ടായത്. അതിൽ കൂടുതൽ ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ല. 8 തലമുറയിൽ ആൾക്കാർ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ 7 തലമുറ ഉണ്ടാകാറില്ല ഒരു കുടുംബത്തിൽ എന്നുള്ളതും, ഇത് നമുക്ക് പൊതുവെ കാണുന്നത് ഒരു 3 തലമുറ മാത്രമാണ്, അല്ലെങ്കിൽ 4 തലമുറ. അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഈ 3 തലമുറയിലുള്ള ആൾക്കാരെയാണ്. കാരണം 3 തലമുറയിൽ ആൾക്കാർ കഴിയുമ്പോഴേക്കും ബന്ധങ്ങൾ മാറി. കാരണം അവരുടെ യാതൊരുവിധ ബന്ധവുമില്ലാത്ത തരത്തിൽ മറ്റേതോ നാട്ടിലാണ് അവർ താമസിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ, ഞാൻ, എൻ്റെ മക്കൾ. ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുട്ടിയുണ്ടാക്കി, ആ കുട്ടികൾ പിന്നെ ഞാൻ പോലും അറിയാത്ത ഏതോ നാട്ടിൽ എങ്ങനെയോ ഉണ്ടാവുക. അപ്പോൾ അവരാണ് ഈ പുല ആചരിക്കണമെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ പുല ആചരിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന അശുദ്ധിയിൽ അവർ പെടുന്നില്ല. ഈ പറയുന്ന അശുദ്ധി എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ഒരു കുടുംബത്തിൽ താമസിക്കണം, അല്ലെങ്കിൽ അവർ പരസ്പരം കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടണം. മരിച്ചു കഴിഞ്ഞാൽ പോലും മരിച്ചു എന്ന് പോലും അറിയുന്നില്ല. മരിച്ചു എന്ന് പോലും അവരറിയുന്നില്ല. ഏതോ നാട്ടിൽ, ഇപ്പോൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരായിട്ട് യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല. ഒരു സഹോദരൻ ഉണ്ടായിട്ട് അവർ ഒളിച്ചോടി പോയിട്ട് വേറെ എവിടുന്നോ കല്യാണം കഴിച്ചു, അവരായിട്ട് ഇപ്പോൾ നമ്മൾ യാതൊരു ബന്ധമില്ല. അവരുടെ മക്കൾ ആരാണെന്നോ അവരുടെ മക്കൾ ആരാണെന്നോ പോലും നമ്മൾക്കറിയില്ല. പുല ആചരിക്കണോ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള അശുദ്ധി ഉള്ളത് കൊണ്ട് ആ അശുദ്ധി അവരെ ബാധിക്കുന്നില്ല. ഈ പറഞ്ഞ അശുദ്ധി അവർ ബാധിക്കില്ല. അവർ ശവം കണ്ടിട്ടില്ല, ശവം തൊട്ടിട്ടില്ല, ശവത്തിന് അരികിലേക്ക് പോയിട്ടില്ല, ശവവുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് പോലും ഇവർ ബന്ധപ്പെട്ടിട്ടില്ല. നോക്കൂ, അപ്പോൾ അത്തരത്തിലുള്ള അശുദ്ധി ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു കൂട്ടുകുടുംബമായി കഴിയുന്ന കാലഘട്ടത്തിൽ 7 തലമുറ ഉണ്ടെങ്കിൽ ഇന്ന് ശരാശരി നമ്മളൊരു 3ഓ 4ഓ തലമുറയിൽ നമ്മളായിട്ട് സൗഹൃദമുള്ള, അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ ഈ മരിച്ച വ്യക്തിയുമായിട്ട് സൗഹൃദമുള്ള ആൾക്കാരെല്ലാവരും പോലെ ആചരിക്കണം. അത് അച്ഛൻ്റെ വീട്ടുകാരാണോ അമ്മയുടെ വീട്ടുകാരാണോ എന്നുള്ള ഒരു വകഭേദവും പാടില്ല. തീർന്നില്ല. ഇനിയുള്ളത് എന്താണ്? അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാർ അവിടെ നിൽക്കട്ടെ. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം ഞാൻ വാടക കൊടുത്തിട്ടുള്ളത്, താഴ്ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്നവരും പോലെ ആചരിക്കണം. അവിടെ രക്തബന്ധമല്ല പ്രാധാന്യം. ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് ബാധിക്കുന്ന സമയത്ത് അത് രക്തബന്ധത്തിലുള്ള ആൾക്കാരല്ലല്ലോ ബാധിക്കുക, എല്ലാവരിലേക്കും അണുക്കളെത്തും. കാരണം ഈ വീട്ടിൽ തന്നെയാണ് അവരെങ്കിൽ ഈ വീട്ടിലുള്ള അശുദ്ധി അവരെയും ബാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇവരും അതേപോലെ ആചരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഒന്ന് രക്തബന്ധത്തിലുള്ള ആൾക്കാർ എത്രയോ അകലെയായി യാതൊരുവിധ ബന്ധവുമില്ലെങ്കിൽ അവർ പുല ആചരിക്കാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവരുമായി ബന്ധമുള്ള അയൽവാസികളായ ആൾക്കാരും, അല്ലെങ്കിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരായാൽ പോലും അവർക്കും പുലയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ അണുവാണ് അതിൻ്റെ പ്രധാന കാരണം. കൃത്യമായിട്ട് സയൻസാണിത്. ഇത് അനാചാരമല്ല.
അത് നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു നമ്മളെല്ലാവരും എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. ഇനി ഇത് കൂടാതെ മറ്റൊരു തരത്തിൽ കൂടി പുല ബാധിക്കുന്നുണ്ട്. മരിച്ച ശവത്തിൻ്റെ ഇത് നമ്മൾ പറഞ്ഞു. അല്ലാതെ തന്നെ ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനും തമ്മിൽ ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ മരിക്കുന്നത് കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. രാത്രി ഏകദേശം ഒരു പുലർച്ചെ 4 മണി സമയത്താണോ തോന്നുന്നു, പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എൻ്റെ ശരീരം മുഴുവൻ വെട്ടി വേർത്തു. എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ഫോൺ വരുന്നത്, അച്ഛൻ മരിച്ചു എന്നുള്ളത്. മരിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ അച്ഛൻ്റെ സമാന്തര കോശമുള്ള ഞാൻ ആ സമയത്ത് എൻ്റെ ശരീരത്തിലും അതിനനുസരിച്ചൊരു അസ്വസ്ഥതയുണ്ടായി. എന്നുവെച്ചാൽ ആ സമാന്തര കോശമായിട്ടുള്ള എന്നിലും അതിൻ്റെ ചലനങ്ങൾ, ആ ആത്മാവ് വിട്ടുപോകുമ്പോൾ അതിൻ്റെ പ്രതിചലനങ്ങൾ അവരുടെ അടുത്ത അല്ലെങ്കിൽ ആ സമാന്തര കോശമുള്ള എല്ലാവരിലും പ്രകടമാകും. ഇത് യാഥാർത്ഥ്യമാണ്. എല്ലാവരും അതിൻ്റെ പ്രകടനം ഉണ്ടാവും. ഒരാൾ മരിച്ചു, അവരുടെ മക്കളാവട്ടെ എവിടെയൊക്കെ, ദുബായിലോ അല്ലെങ്കിൽ ഗൾഫിലോ അമേരിക്കയിലോ എവിടെയായിപ്പോയി കഴിഞ്ഞാലും ഈ മരിച്ച വ്യക്തിയുമായി ബന്ധമുള്ള സമാന്തര കോശമുള്ള എല്ലാവർക്കും എന്തുണ്ടാകും? ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിയിപ്പ് അവർക്കുണ്ടാകും. ശരീരത്തിന് എന്തെങ്കിലും തരത്തിലൊരു വിഷമതകൾ അവർക്ക് അനുഭവപ്പെടും, ആ മരിച്ച വ്യക്തിയുമായി ബന്ധമുള്ള. അത് കൃത്യമായിട്ട്, കാരണം ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഇവരുടെ ബന്ധുവാണോ എന്ന് അറിയാൻ നമ്മൾ DNA ടെസ്റ്റൊക്കെ നടന്നില്ലേ? അപ്പോൾ ഒരേ DNA ആയതുകൊണ്ടാണല്ലോ ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവരിലും അത്തരത്തിലുള്ള ഇത് പ്രകടമാകും എന്നാണ് മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രകടമാകുന്ന വ്യവസ്ഥ ഇവരുടെ ശരീരത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിൽ നിന്നും എന്തോ ഒരു സംഭവം നഷ്ടപ്പെടുന്നുണ്ട് എന്നർത്ഥം. എന്തോ ഒരു എനർജി ഇവരിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട്. അത് വീണ്ടെടുക്കുന്നത് വരെ അവരെന്ത് വേണം? കൃത്യമായ വിധത്തിൽ ആ ഒരു ശുദ്ധി അവർ നിലനിർത്തണം. എന്ന് വെച്ചാൽ സമാന്തര കോശങ്ങൾക്കും ക്ഷതം സംഭവിക്കുന്നു എന്ന് കൂടി പറയാം. വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലും വിഷയമില്ല. അപ്പോൾ ആ അശുദ്ധി ഇവരെ ബാധിച്ചു എന്നർത്ഥം. അല്ലെങ്കിൽ അവരുടെ ആ അറിയിപ്പ്, അവിടെ ശരീരം വിട്ടു പോകുന്നുള്ള ആ കൃത്യസമയത്ത് തന്നെ ഇവരുടെ ശരീരത്തിലും അതിൻ്റെ പ്രകടമായ മാറ്റങ്ങൾ കാണുമ്പോൾ അത് തിരികെ ലഭിക്കുന്നത് വരെ, അവരിൽ നഷ്ടപ്പെട്ട ആ എനർജി തിരികെ ലഭിക്കുന്നത് വരെ അതിനും 10 ദിവസമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ അടുത്ത ബന്ധുക്കളായ ആൾക്കാർ എത്ര അകലെയുണ്ടായാലും, ഇപ്പം അച്ഛനും മകനുമാണ്, അവരുടെ മകനും, ഈ 3 തലമുറയാണ് അത് ശക്തമായിട്ടുള്ളത്. അച്ഛൻ, മകൻ, അവരുടെ മകൻ, അല്ലെങ്കിൽ അച്ഛൻ, മകൾ, അവരുടെ മകൾ, അതുപോലെ തന്നെ അമ്മയുടെയും. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ അവരുടെ അതിൽ പ്രകടമാകും. അവരെത്ര അകലത്തിലായാലും അവരും പുലയാചരിക്കണം എന്ന് പറയുന്നു. അവരുടെ ശരീരത്തിൽ അത് കാണുന്നു. അതിന് പൂർവ്വസ്ഥിതിയിലാകണമെങ്കിൽ 10 ദിവസം വേണമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ പുല ആചരിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വെറുതെ അല്ല, നമ്മുടെ ഓരോ ആചരണങ്ങളും അങ്ങനെയാണ്. ഈ പുലയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഈ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകാൻ പാടില്ല. വെളിയിലേക്ക് പോകാൻ പാടില്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലുള്ള ആ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിലുള്ള ആ അല്ലെങ്കിൽ ദുഷിച്ച അണുക്കൾ, മോശമായ അണുക്കൾ സമൂഹത്തിലുള്ള മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ പാടില്ല. കോവിഡ് ബാധിച്ച ആൾക്കാർ പുറത്തു പോകാൻ പാടില്ല. ബാധിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയിലുള്ള കോവിഡ് അണുക്കൾ അവരിലേക്ക് പകരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ മരിച്ച വ്യക്തിയുമായി ബന്ധമുള്ള ആൾക്കാർ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ നിന്നുള്ള ആ അണുക്കൾ അവരിലേക്കും പ്രവഹിക്കും, അവരിലേക്കും പോകും. അതുകൊണ്ടാണ് അവർ ഒരു കാരണവശാലും പുലയുള്ള കാലഘട്ടത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് ചിലർ ചോദിക്കുക, നമുക്ക് എന്തേ അമ്പലത്തിൽ പോയാൽ എന്താ ദോഷം, ക്ഷേത്രത്തിൽ പോയാൽ എന്താണ് ദോഷം എന്നാണ് ചിലർ ചോദിക്കുക. നമുക്ക് ഒരു സംശയം വേണ്ട, ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്താണ് വിഷമം? കാരണം സമൂഹത്തിലുള്ള ഒരു വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ മാത്രമല്ല അറിയേണ്ടവ, എത്രയോ സജ്ജനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. അപ്പോൾ ഈ അണുക്കൾ ആ ശുദ്ധമായ അന്തരീക്ഷത്തിൽ നമ്മൾ കാരണം അവിടെ പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്, അവിടെ നമ്മൾ അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്.
ഒരു കാരണവശാലും പ്രകൃതിയിലുള്ള ഒന്നിനും ദോഷം ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്തയാണ് നമ്മുടെ സനാതനധർമ്മം നമുക്ക് പറഞ്ഞു തരുന്നത്. സനാതനധർമ്മം പറയുന്നത് പ്രകൃതിയിലുള്ള ഒരു ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ ഒരു സ്ഥലത്തും നമ്മൾ കാരണം ഒരു അശുദ്ധി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശുദ്ധമായിട്ടുള്ള പോസിറ്റീവ് എനർജി വിലസിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള ഈ രോഗാണുക്കളെ അവിടെ പ്രവഹിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. മാത്രമല്ല അവിടെ വരുന്ന പുണ്യാത്മാക്കളിലേക്ക് നമ്മൾ ഈ അണുക്കളെ ദാനം നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ക്ഷേത്രത്തിലേക്കും പോകാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല, ഒരു കാരണവശാലും സമൂഹത്തിലെ മറ്റു ജനങ്ങളുമായിട്ട് പോലും കൂടി ഇടപഴകാൻ പാടില്ല. 10 ദിവസമാണ് ഇത് പറയുന്നത്. 10 ദിവസം കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം ശുദ്ധി ചെയ്യണം. കാരണം 10 ദിവസമാകുമ്പോഴേക്ക് നമ്മളെ ഈ അണുക്കളൊക്കെ നശിച്ചു. പിന്നെ എന്ത് വേണം? അതൊന്ന് ക്ലീൻ ചെയ്യണ്ടേ അവിടെ? ആ ക്ലീൻ ചെയ്യാനുള്ള നടപടികളാണ് ചെയ്യേണ്ടത്. ഉടനെ തന്നെ നമ്മളിത് ഈ വീടും പരിസരമൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ശുദ്ധി ചെയ്ത് അതിന് ശേഷം വേണം അവർ സാധാരണഗതിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ആർക്ക് വന്നാലും അവിടെ ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിൽ. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ആധ്യാത്മിക സംശയ നിവാരണ ഗ്രൂപ്പിലുള്ള ഒരു കുടുംബാംഗം ഇന്നലെ വീണ്ടും ഒരു സംശയം ചോദിച്ചു. എന്താണെന്നറിയോ? അത് വളരെ പ്രധാനമായിട്ടൊരു ചോദ്യമായിരുന്നു. ഈ മരിച്ച വീട്ടിൽ പോയിട്ട്, മരിച്ച ആ പുര ആചരിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് നമ്മൾ ഒരു ഉച്ച സമയത്താണ് എത്തിയത്. അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന്. പുര ആചരിക്കുന്ന ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിൽ ദോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കുക. കാരണം എന്താ? ആ വീടുമായിട്ട് ബന്ധം പോലും നമ്മൾ സ്ഥാപിക്കാൻ പാടില്ല. ബന്ധം സ്ഥാപിക്കാൻ വെച്ചാൽ അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ല, ആ വീട്ടിൽ പോയിരിക്കുക, ആ വീട്ടിൽ ആൾക്കാരായിട്ട് സംസാരിക്കുക. കാരണം എന്താ? ഇങ്ങനെ വരുന്ന സമയത്ത് ആ അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളിൽ നിന്ന് മാറി താമസിക്കുകയാണ്. പക്ഷെ മറിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു സഹായം വേണ്ടി വന്നു, നമ്മളത് അവർക്ക് ചെയ്യണം. പക്ഷെ ആ വീടുകാർ കൂടി ഇടപഴകിയിട്ടല്ല അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് ആരുമില്ലെങ്കിൽ, അവരുടെ കുടുംബത്തെ തന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ അത് ചെയ്യാം. അല്ല, മറ്റാരും ഇല്ല എങ്കിൽ അവർക്ക് അത് സഹായം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു കത്തുന്ന വീടിങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നും നോക്കാതെ ചിലപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ രക്ഷിക്കാൻ തയ്യാറാവും. അപ്പോൾ നമ്മുടെ ജീവനോ നമ്മുടെ സുരക്ഷയോ ഒന്നും നമ്മൾ നോക്കാറില്ല. അതുപോലെ ആ വീട്ടിൽ മറ്റാരുമില്ല സഹായത്തിനെങ്കിൽ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും നമുക്ക് ചെയ്യാം. എന്നാൽ നമ്മൾക്ക് അവിടെ വേറൊരു കാര്യമൊന്നുമില്ല, നമ്മൾ വെറുതെ ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പോയി ഇരിക്കുക, അവരായിട്ട് വർത്തമാനം പറയുക, അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ചായ കുടിക്കുക ഒക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ചെയ്യുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണ്? സൗഹൃദത്തിൻ്റെ പേരായാൽ പോലും അവർ പുലയാചരിച്ച് സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് അവരുടെ വീട്ടുകാരും മാത്രം, അവരുടെ കുടുംബക്കാരും മാത്രം നിൽക്കുന്നിടത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമെന്നുള്ളത് കൊണ്ട്, ആ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിൽ കയറാൻ പാടുള്ളൂ എന്നുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മൾ ആ വീട്ടിലേക്ക് തന്നെ പോകാതിരിക്കുമ്പോൾ അവിടെയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവിടെയുള്ള ഭക്ഷണം, അവിടെയുള്ള ആ അശുദ്ധിയുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് ഉണ്ടാവുക. ആ അശുദ്ധിയെ ശരീരത്തിൽ പിഴക്കാതെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അതിന് ശക്തി കുറക്കുന്ന തരത്തിലുള്ള ഭക്ഷണം മാത്രമേ ആ വീട്ടിൽ വെക്കാറുള്ളൂ. കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളൊന്നും ആ പോലെയുള്ള വീട്ടിൽ വെക്കാറില്ല. എന്തിനേറെ എണ്ണയിൽ വറുത്തിട്ടിട്ടുള്ള ഭക്ഷണം പോലും അവിടെ വെക്കില്ല. കാരണം എണ്ണയിൽ വറുത്തിടുന്ന അവസരത്തിൽ ഈ അണുപ്രസരം കൂടുക ചെയ്യുക. എണ്ണ ചൂടാകുന്ന സമയത്ത് ആ അണുക്കൾ വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണയിലുള്ള ഒരു കാര്യങ്ങൾ, പപ്പടം പോലും അവിടെ കാച്ചിട്ട് ഉപയോഗിക്കില്ല ഈ ഒരു അവസരത്തിൽ. ഈ അടിയന്തരമൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഈ പപ്പടം കാച്ചാതിരിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരികയാണെങ്കിൽ ആ അണുക്കൾ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ പുറത്ത് മാത്രമല്ല ഉള്ളിലേക്കും പ്രവേശിക്കും എന്നുള്ള കാരണത്താൽ ആ വീടുകളിൽ ആ അവസരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല. എന്നാൽ പോലെ കഴിഞ്ഞതിന് ശേഷം, ഈ അശുദ്ധിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല. നമുക്കറിയാലോ, ഇപ്പോൾ കോവിഡ് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ രോഗം വന്ന ആൾക്കാരുടെ ഇപ്പോൾ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്നു. അങ്ങനെയുള്ള വീടുകളിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവില്ല. നമ്മൾ അവരോടുള്ള വെറുപ്പല്ല അതിന് കാരണം, മറിച്ച് നമ്മുടെ സുരക്ഷിതത്വം മാത്രം ഓർത്തും കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് വടകരയിലുള്ള പരമേശ്വരൻ മൂസദ് എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു സംശയം ചോദിച്ചത്. കാരണം ആ വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. ഇനി പുലയെപ്പറ്റി പറയുമ്പോൾ തന്നെ വേറൊരു സംശയം. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് തൃച്ചംബരത്തുള്ള ഒരാൾ മരിച്ചു.
അപ്പോൾ അവിടുന്ന് ഒരു ഹരി എന്ന് പറയുന്ന ഒരാൾ, ഒരു കുടുംബാംഗം എന്നെ വിളിച്ച് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. ഒരാൾ മരിച്ചിട്ട് പൊല ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊല ആചരിക്കുന്ന വ്യക്തിയുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയും കൂടി മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പൊല ആചരിക്കാൻ പാടുണ്ടോ, ആദ്യത്തെ പൊല ആചരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. നിർബന്ധമായിട്ട് അവർ പൊല ആചരിക്കണം എല്ലാവരും. കാരണം ശുദ്ധിയാണത്. അശുദ്ധിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ശുദ്ധി നമ്മൾ കൃത്യമായി പാലിക്കണം. മറ്റൊരാൾ മരിച്ചു കഴിഞ്ഞാലും ഇവർ പൊല ആചരിക്കുകയും ആ ബലികർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയും വേണം. പൊലയുള്ള സമയത്താണ് നമ്മൾ ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്, പൊലയില്ലാത്ത സമയത്തല്ലല്ലോ. പൊലയുള്ള സമയത്താണ് നമ്മൾ 10 ദിവസം ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നത് 10 ദിവസമാണ്. അത് കൃത്യമായിട്ട് ഗരുഡ പുരാണത്തിൽ പറയുന്നു, അഗ്നിപുരാണത്തിൽ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ ചില ആൾക്കാർ പറയും നമ്മൾ 10 ദിവസമല്ല, നമ്മൾ 14 ദിവസം ആചരിക്കാറുണ്ട്, നമ്മൾ 16 ദിവസം പോലെ ആചരിക്കാറുണ്ട്. നിങ്ങൾ ആചരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ യഥാവിധി 10 ദിവസമാണ് ഈ ബലികർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നത്, അല്ലെങ്കിൽ പോലെ ആചരിക്കാൻ വേണ്ടി പറയുന്നത്. എന്ന് വെച്ചാൽ 10 ദിവസം ഇവർ ആ വീട്ടിൽ ചെയ്യേണ്ട ചടങ്ങുകളുണ്ട്. ഓരോ ആൾക്കാരും ചെയ്യേണ്ട ചടങ്ങുകൾ, ഭക്ഷണങ്ങൾ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് കർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കണം. ഈ അവസരത്തിൽ ആ വീട്ടിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ എന്തായിരിക്കണം? കാരണം ഇതൊക്കെ ചെയ്യുന്നത് ഈ അണുനശീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ അണുക്കൾ നമ്മളിൽ യാതൊരുവിധ ദോഷവുമില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഭക്ഷണങ്ങൾ പോലും നമ്മൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഈ പൊല നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ബലികർമ്മം മുടക്കരുത്. അയ്യോ പൊലയുള്ള സമയത്ത് നമ്മൾ ബലികർമ്മം ചെയ്യാൻ പാടില്ല, പൊലയുള്ളത് കൊണ്ടാണല്ലോ ഈ ബലികർമ്മം ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ വ്യക്തി മരിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ വ്യക്തി മരിച്ചു കഴിഞ്ഞാലും വീട്ടിൽ വാലായ്മയുണ്ടായാലും ഒക്കെ ബലികർമ്മം മുടക്കം വരുത്താൻ പാടില്ല. കാരണം എന്താ? ഈ ബലികർമ്മം ചെയ്യുന്ന ആൾ പൊലയുള്ള ആളാണ്. പൊല വന്നതുകൊണ്ടാണല്ലോ ബലികർമ്മം ചെയ്യുന്നത്. ഒരിക്കലും ഒരു അച്ഛൻ മരിച്ചത് കൊണ്ടാണ് ആ അച്ഛന് വേണ്ടി ബലികർമ്മം ചെയ്യുന്നത്. ആ പൊലയുണ്ട്. ആ പൊലയുള്ള വ്യക്തിയുടെ വീട്ടിൽ മറ്റൊരാൾ മരിക്കുന്ന സമയത്ത് അയ്യോ പൊലയാണ് ഞാൻ ചെയ്യണ്ട എന്ന് പറയുന്നത് ശരിയല്ല. അവരത് കൃത്യമായിട്ട് തന്നെ ചെയ്യണത്. ആ ബലികർമ്മം മുടക്കം വരുത്താൻ പാടില്ല. എന്നാൽ ഈ ബലികർമ്മങ്ങളിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർ മാത്രം മാറിയിരിക്കാം. അതുപോലെ തന്നെ ഭയന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, പേടിച്ച് വിറച്ചിട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ വാവിട്ട് സങ്കടം നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും ഈ ബലികർമ്മങ്ങളോ മറ്റുള്ള കർമ്മങ്ങളിലോ പങ്കാളികളാകണ്ട എന്നുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അവരൊരിക്കലും ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് പോലും ബലികർമ്മം ചെയ്തിട്ടില്ല, സാരില്ല. ഈ മരിച്ചു കിടക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആ പൊല നമ്മൾ ആചരിക്കുന്ന അവസരത്തിൽ കൃത്യമായി ചിന്തിക്കേണ്ടത് എന്താണ്? ഈ അശുദ്ധിയാണ് ഇതിനെല്ലാം കാരണം. ഈ അശുദ്ധി ഇല്ലാതാക്കാനുള്ള ചടങ്ങുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 ദിവസം കൊണ്ട് അത് തീരേണ്ട ചടങ്ങുകളാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ചടങ്ങുകൾ അറിയില്ല വേണ്ട വിധത്തിൽ എങ്ങനെയാണ് ഈ 10 ദിവസം കൊണ്ട് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ കർമ്മം എന്ത് കർമ്മം ചെയ്താലും നമുക്കറിയാലോ, ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ SSLC പരീക്ഷ എഴുതി നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് +1 പോകാൻ പറ്റുക. +1 പോകണമെന്നുണ്ടെങ്കിൽ 10 വർഷം 1 മുതൽ 10 വരെയുള്ള ഓരോ ക്ലാസ്സുകളിലും ഓരോ വർഷം ഇരുന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ പോകുന്നത്. എന്നാൽ ചില വിദ്വാൻമാരുണ്ട്, പഠനത്തിൽ കുറച്ച് പുറകോട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സുകളിൽ തോറ്റുപോയി എന്നിരിക്കട്ടെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർ 11 വർഷം അവർ ആ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് 12ാമത്തെ വർഷമായിരിക്കും അവർ, അല്ല 11ാമത്തെ വർഷമായിരിക്കും SSLC എഴുതുന്നുണ്ടാവുക, 12ാമത്തെ വർഷം +1 പോകും. ചില ആൾക്കാരെന്ത് ചെയ്യും, തീരെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഓരോ ക്ലാസ്സിൽ ചിലപ്പോൾ 2 or 3 കൊല്ലം ഇരുന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ 10 വർഷം പഠിക്കേണ്ടതിന് പകരം 15 വർഷമൊക്കെ അവർ പഠിക്കുക. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് 15 വർഷം പഠിച്ചിട്ടായിരിക്കും 10ാം ക്ലാസ്സിൽ എത്തുന്നുണ്ടാവുക. അവർക്ക് +1 എത്തണമെങ്കിൽ 16ാമത്തെ വർഷമാവും. അപ്പോൾ 16ാമത്തെ വർഷത്തിൽ നിന്നുകൊണ്ട് അവർ പഠിക്കാത്തത് കൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ് അവർക്ക് അത്രയും വർഷം പഠിക്കേണ്ടി വന്നത്. അതുപോലെ നമ്മൾ ഒരാൾക്ക് പറയും അത് ബ്രാഹ്മണന്മാർക്ക് ഇത്ര വർഷം, ബ്രാഹ്മണന്മാർക്ക് ഇത്ര വർഷം എന്ന് പറയാൻ, ബ്രാഹ്മണന്മാർ 10 ദിവസം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അവർ ആ കൃത്യമായ ചടങ്ങുകൾ അറിഞ്ഞിട്ട് അവരത് യഥാവിധി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ചടങ്ങുകൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ടും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ വെച്ച് ചെയ്യുന്നത് കൊണ്ടുമാണ് നമ്മൾക്ക് ആ കർമ്മം പൂർണ്ണമായിട്ടും 10 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. 10 ദിവസം ചെയ്താൽ അത് തീർന്നു. അപ്പോൾ അവർ പറയുന്നത് ഇന്ന ഒരു കർമ്മം കൂടി ഉണ്ട്, അപ്പോൾ അതുകൂടി നമ്മൾ ചെയ്യണം എന്നിട്ട് 11 ദിവസം ചെയ്യും. ചില ആൾക്കാർ 12 ദിവസം ചെയ്യും, ചില ആൾക്കാർ 13 ദിവസം ചെയ്യും. യഥാവിധി ആ ചടങ്ങുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ചെയ്യേണ്ടത്
10 ദിവസമാണ്. ആ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എന്താണ് ഈ മരിച്ചു കിടക്കുന്ന ദിവസം മുതൽ ഈ 10 ദിവസം അവർ ചെയ്യേണ്ട ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ അല്ലെങ്കിൽ നമ്പ്യാരെന്നോ നായരെന്നോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ജാതി വിശ്വകർമ്മ പത്മശാലി ഇങ്ങനെ ഒന്നും ഭഗഭേദമില്ല. ഭഗവാന്റെ മനുഷ്യന്മാരെല്ലാം ഒരുപോലെയാണ്. മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പല ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾക്ക് പല നിർദ്ദേശങ്ങളും തരുന്നത്. ഗരുഡപുരാണായാലും അഗ്നിപുരാണായാലും ഭാഗവതമായാലും എല്ലാം ബ്രാഹ്മണർക്ക് ഒരു ഭാഗവതം, അല്ലെങ്കിൽ വിശ്വകർമ്മജർക്ക് മറ്റൊരു ഭാരതം, അല്ലെങ്കിൽ കുലാലയ സമുദായത്തിന് മറ്റൊരു പുസ്തകം, അങ്ങനെയൊന്നുമില്ല. എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണ്. രാമായണം വായിക്കുമ്പോൾ എല്ലാവർക്കും 24,000 ശ്ലോകമുള്ള വാൽമീകി രാമായണം തന്നെയാണ് ഉള്ളത്. അതിന് വ്യത്യാസമൊന്നുമില്ല. അത് എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ ആചരണത്തിൽ വ്യത്യാസം വരുന്നത്. 10 ദിവസം എന്നുള്ളത് 12, 14, 16 ആകാൻ കാരണം അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അത് തിരിച്ചറിഞ്ഞിട്ട് വേണം അത് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ 10 ദിവസം കൊണ്ട് തന്നെ ഈ പുലയുടെ എല്ലാ ചടങ്ങുകളും തീർന്ന് 11ാമത്തെ ദിവസമാകുമ്പോൾ ആ പുലയുടെ ചടങ്ങുകളിൽ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്ന് ശുദ്ധി ചെയ്യും. നമ്മൾ വലിയൊരു കല്യാണം നടന്നിരിക്കട്ടെ, കല്യാണം നടന്ന് മംഗളകരമായ കർമ്മങ്ങൾ ചെയ്താലും അതിന് പിറ്റേ ദിവസം നമ്മൾ അവിടെ വേസ്റ്റുകളും പലതും കച്ചറകളും കാര്യങ്ങളൊക്കെ അതൊക്കെ അടിച്ച് തുടച്ച് തീയിടേണ്ടത് തീയിട്ട് വീട്ടിൽ മണ്ണൊക്കെ ആയതൊക്കെ നമ്മൾ ഒന്ന് തുണിയൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കി നമ്മൾ വെക്കും. എന്തുകൊണ്ടാണ്? ആ തൊട്ട് മുമ്പുള്ള അതിൻ്റെ കോലാഹലമൊക്കെ അശുദ്ധിയൊക്കെ തീരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ 11 ദിവസം അവിടെ 10 ദിവസം അവിടെ ചെയ്ത കർമ്മത്തിന് പരിസമാപ്തി എന്ന രീതിയിൽ ഈ വീടും പരിസരവും ശുദ്ധി ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ആ അവസരത്തിൽ പുണ്യാഹമൊക്കെ തെളിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് 11ാമത്തെ ദിവസം ചെയ്തു കഴിഞ്ഞാൽ 12ാമത്തെ ദിവസം നമ്മൾക്ക് യഥാവിധി ക്ഷേത്ര ദർശനം നടത്താം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തിരിച്ചറിയാത്തത് കൊണ്ട് ചില ആൾക്കാർ, ചില സമുദായത്തിൻ്റെ ആൾക്കാർ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചില ദേശത്തിനും അതുപോലെ തന്നെ ചില ഗോത്രത്തിനും ഒക്കെ വ്യത്യസ്തമായ ആചാരങ്ങൾ വരുന്നത് ഇത് നമുക്ക് കൃത്യമായി തിരിച്ചറിയാത്തത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നില്ല. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരു കല്യാണം നടക്കുന്നു. അപ്പോൾ കല്യാണത്തിന് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് കാരണവന്മാരുണ്ട് അവിടെ. അപ്പോൾ നമ്മളൊക്കെ പോയിട്ട് അത് കല്യാണം ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ താലി കെട്ടുന്നുണ്ട്, കുങ്കുമം തൊടുന്നുണ്ട്, മോതിരം മാറുന്നുണ്ട്, ബൊക്ക കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ചടങ്ങുകൾ കാണുന്നതിനിടയിൽ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ അല്പം അങ്ങോട്ട് മാറിയിരുന്നു. ആ ഫോൺ ചെയ്തതിന് ശേഷം വീണ്ടും വന്നൊരു ചടങ്ങ് കാണാനിരിക്കട്ടെ. അപ്പോൾ ഈ ഫോൺ ചെയ്ത സമയത്ത് അവിടെ നടന്ന ചടങ്ങുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ഈ കണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? മറ്റൊരു സ്ഥലത്ത് ഒരു വിവാഹത്തിന് ഞാനാണ് നേതൃത്വം കൊടുക്കേണ്ടി വന്നതെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ നേരെ പോയിട്ട് ഈ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അവിടെ വിവരിച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിക്കും. ചിലത് എൻ്റെ മനസ്സിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം, അത് അവിടെ ഒഴിഞ്ഞുപോയി. ഞാൻ കാണാത്ത കാര്യങ്ങൾ ഒഴിഞ്ഞുപോയി. ഇതേ അവസരത്തിൽ എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ട് ഞാൻ വേറൊരാളെ വിളിച്ചു. അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വേറൊരാളെ വിളിച്ചു എന്നിരിക്കട്ടെ. അവരെന്ത് ചെയ്യും? ഉടനെ പറയും അത് ഇന്നതാണ് ചടങ്ങ് എന്ന് പറയും. ചിലപ്പോൾ വേറെ സ്ഥലത്ത് കണ്ടതായിരിക്കും, ഇവിടുന്ന് കണ്ടതായിരിക്കില്ല. അപ്പോൾ ആ ചടങ്ങ് ഇവിടെ പുതുതായിട്ട് വന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടാക്കി ഇത് പറഞ്ഞു കൊടുത്ത സമയത്ത് അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അവർ ആ തരത്തിലുള്ള ആചാരമായിരിക്കും അവിടെ നടപ്പിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചടങ്ങ് വേറൊന്നാണ്. ഇങ്ങനെ ചടങ്ങുകളിൽ ഭംഗം വരാൻ പ്രധാന കാരണം നമ്മളുടെ അറിവില്ലായ്മയും നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിൽ എത്ര യുക്തിയുണ്ട്, എത്രയൊക്കെ ശരിയുണ്ട് നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. യഥാവിധി നമ്മൾ ചിന്തിക്കേണ്ടത് 10 ദിവസമാണ് പുല ആചരിക്കേണ്ടത്. പുല ആചരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി ചിന്തിക്കുക. ഈ ശവവുമായി ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും പുലയുണ്ട്. അത് കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ 3 തലമുറ നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. 3 തലമുറ എന്ന് പറയുമ്പോൾ അത് എത്ര ദൂരെയുള്ള ആൾക്കാരായാലും നമ്മളത് കൃത്യമായിട്ട് എടുക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലുള്ള സമാന്തര കോശങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരത് എടുക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ വീടുമായി വളരെയേറെ ബന്ധപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരിലും ഈ പുല ആചരണം ആവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും എൻ്റെ ഒരുപാട് അനുഭവത്തിലുള്ളതും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമായ കാര്യങ്ങളാണിത്. ഈ അവസരത്തിൽ നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കേണ്ട വെച്ചാൽ ഈ അണുപ്രസരം വ്യാപിക്കാതിരിക്കുവാൻ പരമാവധി ആ കുടുംബത്തിലെ ആൾക്കാർ ശ്രദ്ധിക്കണം. ഈ മരിച്ച വ്യക്തിയിൽ നിന്നും അണുപ്രസരം പുറത്തേക്ക് വരും, അണുക്കൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബന്ധുമിത്രാദികളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ശവം ദഹിപ്പിക്കുക എന്നുള്ളതാണ്.
കൂടുതൽ സമയം വെക്കരുത്. കാരണം വെക്കുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് അണുക്കൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞിട്ട് പോലെ ഈ ശവം ദഹിപ്പിക്കുന്നുണ്ട്. യഥാവിധി അങ്ങനെയല്ല. ഇനി വേറൊരു കാര്യം കൊണ്ട് പറയാം. ഈ പോലെ ആചരിക്കുന്ന സമയത്ത് 10 ദിവസം എന്ന് പറഞ്ഞല്ലോ, അത് എപ്പം മുതൽ എപ്പോൾ വരെയാണ്? മരിച്ച ദിവസം മുതലാണോ ദഹിപ്പിച്ചത് ദിവസം മുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ദഹിപ്പിച്ച ദിവസം മുതലാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്ന് ഒരാൾ മരിച്ചു, അവരുടെ മക്കൾ വരണമെങ്കിൽ 4 ദിവസം പിടിക്കും. ഫ്രീസറിൽ വെച്ചു, അതിനുശേഷമാണ് ശവം കൊണ്ടുവന്ന് ഈ വീട്ടിലേക്ക് വെക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വീട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ സമയം മുതലാണ് അണുപ്രസരം നടക്കുന്നത്. ആ ശവം കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ശവത്തിൽ കർമ്മം ചെയ്യുന്നു, അതിന് പട്ടുടുപ്പിക്കുന്നു, അങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ ജീർണിച്ച ശരീരം മൊത്തമായിട്ടാണ് അണുപ്രസരം നടന്നത് ഈ സമയം മുതലാണ്. അപ്പോൾ ഈ സമയം മുതലാണ് 10 ദിവസം അണുക്കൾ നശിക്കാൻ വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ മരിച്ചിട്ട് നമ്മൾ 9 ദിവസം കഴിഞ്ഞിട്ട് അജ്ഞാത ജഡം കിട്ടി, പുഴയിലാണ് കിട്ടിയത്, അല്ലെങ്കിൽ തൂങ്ങി മരിച്ചിട്ട് അവരുടെ അജ്ഞാത ജഡം കിട്ടി, അവർ തിരിച്ചറിഞ്ഞു, വീട്ടിൽ കൊണ്ടുവന്നു, 9 ദിവസം കഴിഞ്ഞു, ഇനി ഒരു ദിവസം പോലെ ആചരിക്കുന്നുണ്ട്? അല്ല. ആ ശവം എപ്പോഴാണോ ദഹിപ്പിക്കുന്നത്, നമ്മുടെ ആ വീടുമായി ബന്ധം വിച്ഛേദിച്ച് അതിനില്ലായ്മ ചെയ്യുന്നത്, ആ സമയം മുതലാണ് പോലെ ആചരിക്കുന്നത്. പല ആൾക്കാർക്കും ഉണ്ടാകുന്നൊരു ധാരണയാണ്, ഈ ധാരണ പിശക്കാണിത്, എപ്പോൾ മുതൽ പോലെ ആചരിക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ വീടുമായി ബന്ധം വിച്ഛേദിക്കുന്ന സമയം മുതൽ, ആ വീട്ടിൽ നിന്നും ആ ശവം കൊണ്ടുപോയി ദഹിപ്പിക്കുന്ന സമയം മുതൽ. എന്നാൽ വീടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളുണ്ട്. ഉദാഹരണത്തിന് ഞാനും എൻ്റെ അച്ഛനും, ഞാൻ അച്ഛനായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പിണങ്ങി നിൽക്കുകയാണ്, ഞാൻ ദുബായിലാണ്, അപ്പോൾ അച്ഛൻ നാട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ച ദിവസം മുതൽ തന്നെ, അല്ലെങ്കിൽ അറിഞ്ഞ ദിവസം മുതൽ നമ്മൾ പോലെ ആചരിച്ചു. അറിഞ്ഞ ദിവസം അച്ഛൻ മരിച്ചു എന്നുള്ള സമയത്ത്, കാരണം വെച്ചാൽ ആ സമയം മുതൽ തന്നെ നമ്മുടെ സമാന്തരമായിട്ടുള്ള DNA അല്ലെങ്കിൽ ഈ കോശങ്ങൾക്ക് വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ ആ നിമിഷം മുതൽ നമ്മൾ പോലെ ആചരിക്കുന്നു. മറ്റുള്ളവർക്ക് ശരീരത്തിൽ നിന്നുണ്ടാവുന്ന, ആ ജീർണിച്ച ശരീരത്തിൽ നിന്നുണ്ടാവുന്ന അണുപ്രസരമാണെങ്കിൽ മറ്റേത് അങ്ങനെയല്ല, സമാന്തര കോശങ്ങളുടെ ഇതായതുകൊണ്ട് തന്നെ അവർ ആ അറിഞ്ഞ സമയം മുതൽ തന്നെ പോലെ ആചരിക്കണം എന്നർത്ഥം. ഇനി പുലയിൽ തന്നെ വ്യത്യാസമുണ്ട്. ചെറിയ കൊച്ചു കുട്ടികളാണെന്നിരിക്കട്ടെ, ഇപ്പോൾ വയറ്റിൽ കിടന്ന് അവൾ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി മരിച്ചു. വയറ്റിൽ കിടന്ന് ആ കുട്ടി മരിക്കുമല്ലോ വയറ്റിൽ നിന്ന്. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ പോല ഈ പ്രസവിക്കാതെ മരിച്ചില്ല, ഈ അമ്മയുണ്ടല്ലോ, ഈ കുട്ടി വയറ്റിൽ കിടന്നാണ് മരിച്ചത്, അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുണ്ടല്ലോ, ആ അമ്മയ്ക്കും മാത്രമായിരിക്കും പോലെ ഉണ്ടാവുക. അത് 24 മണിക്കൂറാണ്. വയറ്റിൽ നിന്ന് തന്നെ മരിച്ചത് കൊണ്ട് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ആ പോലെ. രണ്ടാമതൊരു കാര്യം വെച്ചാൽ, ഈ കാലത്ത് ആ പോലെ ആചരിക്കുമ്പോഴും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം ഈ ശാരീരികമായ വിഷമതകളെ ഇല്ലാതാക്കാനുള്ള ഭക്ഷണമാണ് അവർക്കെല്ലാം കൊടുക്കേണ്ടത്. ഈ പോലെ ആചരിക്കുന്ന എല്ലാ വീടുകളിലും കഴിക്കുന്നത് ധാന്യങ്ങളൊക്കെ കൊടുക്കാൻ പ്രധാന കാര്യം, ധാന്യങ്ങൾ ഈ മരിച്ചു കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ അണുക്കളെ നശിപ്പിക്കുന്ന തരത്തിൽ, ആ അണുക്കൾ നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കാത്ത വിധത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണമാണ് ധാന്യങ്ങൾ. അതുകൊണ്ടാണ് ധാന്യങ്ങൾ കൂടുതലായിട്ട് മരിച്ച വീടുകളിൽ ഉപയോഗിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ മരിച്ച വീട്ടിൽ ഇപ്പം അതേപോലെ തന്നെ ഒരു കുട്ടികൾ, പല്ല് മുളക്കാത്ത കുട്ടികളാണ് മരിച്ചു എന്നിരിക്കട്ടെ. ഇപ്പോൾ കാര്യം നമ്മൾ എലി ചത്തുപോയി, എലി ചത്തു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യും, നമ്മൾ വേഗം അതിനെ എടുത്തിട്ട് കുഴിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മൾ കൊടുന്ന് ഒരു പുൽത്തൈലെല്ലാം ഇതാക്കിയിട്ടുള്ള ഒന്ന് തെളിച്ച് അവിടെ ആ മണ്ണ്, ആ ചത്ത് കിടക്കുന്ന മണ്ണെടുത്തിട്ട് ആദ്യം മാറ്റും. അവിടെയൊക്കെ ഇതുണ്ടാവുമല്ലോ, ആ മണ്ണ് എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ അവിടെ മണ്ണിട്ട് മൂടുകയോ ചെയ്തിട്ട് അവിടെ സുഗന്ധദ്രവ്യങ്ങൾ എന്തെങ്കിലും ആയിട്ട് അങ്ങോട്ട് പൂശും. എന്തിനാ? ഈ സ്മെല്ല് വരാതിരിക്കാൻ. അതുപോലെ അത് ചെറിയ ജീവിയായോണ്ടാണ്. വലിയ ജീവിയാണെങ്കിൽ അത് പറ്റുമോ? പറ്റില്ല. അതുപോലെ ചെറിയ കുട്ടികൾ, പല്ല് പോലും മുളക്കാത്ത കുട്ടിയാണ് ജനിച്ച് മരിച്ചു എന്നിരിക്കട്ടെ, ഒരു വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സിനിടയിലാണ് ഇതുപോലെ സംഭവിച്ചതെങ്കിൽ അവർക്ക് ഇതുപോലെ 10 ദിവസത്തെ പോലെയുടെ ആവശ്യമില്ല. അവരുടെ ശരീരം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുമില്ല. വളരെ പെട്ടെന്ന് തന്നെ അവർ അത് ശവസംസ്കാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അത്ര കൊണ്ട് സൂക്ഷിച്ച് വെക്കാറില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ ദഹിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെ മറവ് ചെയ്യാറുണ്ട്. എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന 10 ദിവസം പോലെ ആചരിക്കേണ്ടതില്ല എന്നുകൂടി നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലൂടെ പറയുന്നുണ്ട്. അത് ആ ബന്ധത്തിനനുസരിച്ച് ഏതായാലും ആ വീട്ടിൽ ചെയ്യുന്നത് ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച്, അല്ലെങ്കിൽ വലിപ്പത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ദിവസത്തിനനുസരിച്ച് 24 മണിക്കൂർ മുതൽ 6 ദിവസം വരെ മാത്രമാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. 6 ദിവസത്തിൽ കൂടുതൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പോലെ ആചരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇതേ അവസരത്തിൽ തന്നെ നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയമുണ്ട്.
അതെന്താണെന്ന് വെച്ചാൽ ഈ പൊലയുള്ള വീടുകളിൽ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ? അവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ, ഇപ്പം ഞാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പുര ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ വിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് വീട്ടിൽ വിളക്ക് കൊളുത്താൻ പാടുള്ളത് അല്ലെങ്കിൽ പാടില്ലാത്തതെന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ കൂടി കാണാൻ തയ്യാറാവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം കൂടി ഇല്ലാതെയാകും. ഇനി ഞാൻ ഈ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്കതിന് മറുപടി വേണ്ടതാണെങ്കിൽ, ചെറുമാതിരി മറുപടി ആണെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ തന്നെ മറുപടി തരും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ നല്ലൊരു മറുപടി ചോദ്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഈ ഒരു സംശയം നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ നമുക്ക് ഈ ചാനലിലൂടെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും മടിച്ചു നിൽക്കേണ്ടതില്ല. താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാകും, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കുക. തുടർന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടാവില്ല ഈ വീഡിയോയെക്കുറിച്ചല്ല, അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.